എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ കുക്കറിൽ എങ്ങനെ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. തേങ്ങാപ്പാൽ ചേർക്കാതെ തന്നെയാണ് വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം, ഇടിയപ്പം, പൊറോട്ട, ചപ്പാത്തി ഇവയുടെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. വളരെ എളുപ്പത്തിലുള്ള വെജിറ്റബിൾ കുറുമ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ 3 മീഡിയം സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ 6 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കുക. നടുക്കുള്ള പൊളർന്നാണ് പച്ചമുളക് എടുത്തിരിക്കുന്നത്. സവാള ഈ ഒരു വലിപ്പത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഒത്തിരി വലുതായിട്ടല്ല, എന്നാൽ ഒത്തിരി ചെറുതായിട്ടല്ല. 2 വലിയ ഉരുളക്കിഴങ്ങ് ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ 2 മീഡിയം ക്യാരറ്റ് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 10 ബീൻസും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അളവ് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ക്രമീകരിക്കാവുന്നതാണ് കേട്ടോ. ഇത് ഇത്രയും റെഡിയാക്കി വെക്കുക. ഞാൻ ഇവിടെ കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കർ ചൂടായി വരുമ്പോഴത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ആദ്യം തന്നെ കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ ലാസ്റ്റിലാണ് കടുക് പൊട്ടിച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ കടുക് പൊട്ടിക്കുമ്പോൾ ബാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലോട്ട് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുന്ന സമയമാകുമ്പോൾ 2 ഏലക്ക തൊലിയൊന്ന് പൊട്ടിച്ചെടുത്തതാണ്, 2 ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, പച്ചമുളക് അതുണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കുക. അത് പകുതി വരെ ഒന്ന് വഴണ്ട് വരണം. പകുതി വഴണ്ട് വരുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലോട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അതങ്ങ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. തീ മീഡിയത്തിലിട്ട് ഇതിനെ വഴറ്റിയെടുക്കുക. ഒത്തിരി അങ്ങ് വെന്ത് പോകണ്ട, ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ മാത്രം മതിയേ. ഇവിടെ ഇത് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കടയിൽ നിന്ന് മേടിച്ച മല്ലിപ്പൊടി ആയതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തത്. നിങ്ങൾ വീട്ടിൽ പൊടിച്ച മല്ലിപ്പൊടിയാണ് 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലെ മല്ലിപ്പൊടിയുടെ ഭയങ്കര ഒരു കുത്തലുണ്ടാകുകയും. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ ഇളക്കിയെടുക്കാം. മല്ലിപ്പൊടിയുടെ പച്ച സ്മെല്ലൊക്കെ നല്ലതായിട്ട് മാറി വരണം. അതുവരെ നമുക്ക് ഇതിനെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഞാൻ ഒരു വലിയ തക്കാളി അരിഞ്ഞെടുത്തതാണ്, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി വഴറ്റിയെടുക്കുക ഒന്നും വേണ്ട, തക്കാളി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ വെജിറ്റബിൾസിൻ്റെ മുകളിൽ വരെ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിലിനെ വരുത്തിച്ചെടുക്കാം. കുക്കറിൻ്റെ വിസിലെല്ലാം പോയി വന്നിട്ടുണ്ട്. തുറന്ന് നോക്കാം. ഇവിടെ കറി ഇവിടെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് എല്ലാം നല്ല രീതിയിൽ തന്നെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. കറിക്ക് കൊഴുപ്പ് കുറവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതിലോട്ട് ഞാൻ കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഇതിനെ ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒത്തിരി സമയം ഗ്രീൻ പീസ് ഇട്ട് കൊടുത്ത് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഇവിടെ ഞാൻ തേങ്ങാപ്പാലല്ല ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാലിന് പകരം പാൽപ്പൊടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്തോട്ട് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി നല്ലതായിട്ട് കലക്കിയെടുത്തതാണ്, അതാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. പാൽപ്പൊടി ഒഴിച്ചു കൊടുക്കുന്ന മുമ്പായിട്ട് തീ ഫുൾ കുറച്ച് വെക്കുക. എന്നിട്ട് മാത്രമേ പാൽപ്പൊടി ഒഴിച്ചു കൊടുക്കാവൂ. പാൽപ്പൊടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറി തിളയ്ക്കാൻ പാടില്ല. നിങ്ങൾ തേങ്ങാപ്പാല ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ 1-ാം പാല് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുക. അന്നേരം നിങ്ങൾ ആദ്യം വേവിക്കുന്ന മുമ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തില്ലയോ, ആ സമയത്ത് തേങ്ങയുടെ 2-ാം പാലും 3-ാം പാലും എടുത്തിട്ട് അത് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അതിനും കുറച്ചുകൂടെ ടേസ്റ്റ് കാണും കേട്ടോ. ഇത് നല്ലതായിട്ട് കറി ഇളക്കി കൊടുക്കുക. ആവശ്യമെങ്കിൽ മാത്രം മല്ലിയില ഇട്ട് കൊടുക്കുക. ഇത് നല്ലതായിട്ട് ഇളക്കി കൊടുത്ത് കുക്കർ ഓഫ് ചെയ്യാവുന്നതാണ്. ഇത് ഇരുന്ന് കഴിയുമ്പം, തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിട്ട് കുറുകി വരും. അടിപൊളി ടേസ്റ്റുള്ള ഒരു വെജിറ്റബിൾ കുറുമ ഇത് കേട്ടോ. അപ്പം, ഇടിയപ്പം, പൊറോട്ട, ചപ്പാത്തി ഇവയുടെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റുള്ളൊരു കറി തന്നെയാണ്. നിങ്ങൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ ഫാമിലിയോട്ട്, ഫ്രണ്ട്സിലോട്ടൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.